നമസ്കാരം. കുറച്ച് ദിവസത്തിന് മുമ്പാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ള ചെറിയ ഒരു കൊള്ളയല്ല, സംഭവം വലുതാണ്. അതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം, CBI അന്വേഷിക്കണം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ PMLA ആക്ട് പ്രകാരം, അതായത് കള്ളപ്പണം നിരോധിത നിയമപ്രകാരം കേസ് എടുത്തത് ഉടനെ ഉള്ളൂ. ഇതാ SIT സംഘം ശബരിമല തന്ത്രി കണ്ഠര് രാജീവിനെ വീണ്ടും വിളിപ്പിച്ചിരിക്കുകയാണ് ചോദ്യം ചെയ്യാൻ. കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാവും. കാരണം രണ്ടാമത്തെ തവണയാണ് തന്ത്രി കണ്ഠര് രാജീവിനെ SIT ചോദ്യം ചെയ്യുന്നത്. അതായത് 2007 മുതലാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് വരുന്നതും അതോടൊപ്പം തന്നെ തന്ത്രിയുടെ നേൽ പോലെ, അത് തന്ത്രി കണ്ഠര് രാജീവിന്റെ നേൽ പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലുണ്ട്. കീഴ്ശാന്തിയുടെ ഒരു സഹായിയായി ശബരിമലയിൽ പ്രവർത്തിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പത്മകുമാർ അടക്കമുള്ള ദേവസ്വം ബോർഡിലെ പ്രസിഡന്റും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിലെ ഉന്നത ഭരണസമിതിയും പറഞ്ഞൊരു കാര്യം, SITക്ക് നൽകിയ മൊഴി എന്ന് പറയുന്നത് തന്ത്രി കണ്ഠര് രാജീവിന് ഇതെല്ലാം അറിയാമെന്നതാണ്. കാരണം 18ാം പടി മുതൽ, ശബരിമലയിലെ 18ാം പടി മുതൽ ശ്രീകോവിലും അതോടൊപ്പം തന്നെ ദേവന്റെ വിഗ്രഹങ്ങളായിരുന്നാലും, അതായത് അയ്യപ്പന്റെ വിഗ്രഹം ആയിരുന്നാലും അതുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളിലെല്ലാം അവസാന വാക്കെന്ന് പറയുന്നത് തന്ത്രിയുടേതാണ്. ഈ ദ്വാരപാലക ശില്പങ്ങളെല്ലാം തന്നെ സ്വർണം പൂശാൻ വേണ്ടി അവിടെ നിന്ന് ഇളക്കി മാറ്റി ചെന്നൈയിലേക്ക് സ്മാർട്ട് ക്രിയേഷനിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തെല്ലാം ഇത് തന്ത്രി തന്നെ അതിൽ ഒപ്പിട്ടു എന്ന രേഖകൾ SITയുടെ കൈവശമുണ്ട്. അപ്പോൾ ഇതൊന്നും തന്ത്രി അറിയാതെ ശബരിമല വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല എന്നതാണ് ഇപ്പോൾ SITക്ക് മനസ്സിലായ കാര്യം. അപ്പോൾ ഇതിൽ ശബരിമല തന്ത്രിക്ക് വലിയൊരു പങ്കുണ്ട് ഈ സ്വർണ്ണക്കൊള്ളയിൽ എന്ന ഒരു അനുമാനത്തിലാണ് SIT ഇപ്പോൾ വീണ്ടും ശബരിമല തന്ത്രി കണ്ഠര് രാജീവിനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിരിക്കുന്നത്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പല സ്ഥലങ്ങളിലും, കർണാടക ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ചെന്ന് ഈ ദ്വാരപാലക ശില്പങ്ങളും കട്ടളപ്പാളിയൊക്കെ പ്രദർശിപ്പിച്ച് അവിടെ വലിയ രീതിയിൽ പണം സമ്പാദിക്കുന്നു. അവിടെ തന്നെ ഒരു അയ്യപ്പ ക്ഷേത്രമൊക്കെ പണിയുമ്പോൾ അവിടെ ആ ക്ഷേത്രത്തിൻ്റെയൊക്കെ തന്ത്രിയായിട്ട് തന്ത്രി കണ്ഠര് രാജീവ് എത്തുന്നു. അത് തന്നെ ഈ തന്ത്രി കണ്ഠര് രാജീവും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബോണ്ട് എത്രത്തോളം വലുതാണ്, ഇവർ തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ആദ്യം ഈ പടിപൂജയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ, ഒരു സംഭവത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാനാണ് തന്ത്രി കണ്ഠര് രാജീവ് എത്തുന്നത്. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും ഒരു വലിയൊരു കൂട്ടാകുന്നു. പിന്നെയാണ് ഈ സ്വർണ്ണക്കൊള്ള ഓരോ ദിവസവുമായി അവിടുന്ന് അയ്യപ്പന് പൂശുന്ന സ്വർണ്ണ വിഗ്രഹങ്ങൾ, ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണങ്ങൾ, സ്വർണ്ണപ്പാളികൾ, ഇങ്ങനെ ഓരോന്നായിട്ട് ഈ ശബരിമല വിട്ട് പുറത്തേക്ക് മറ്റു സംസ്ഥാനത്തിലേക്ക് പോകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തുന്നത് ജലഹള്ളി ശാസ്താ ക്ഷേത്രത്തിൽ നിന്നാണെന്നും അവിടെ ആരായിരുന്നു തന്ത്രി എന്നത് അന്വേഷിക്കണമെന്നും ആയിരുന്നു പത്മകുമാർ കുറച്ചു മാസം മുമ്പേ പറഞ്ഞിരുന്നത്. എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ എന്നാണ് പത്മകുമാർ SITയോടും മാധ്യമങ്ങളോടും പറഞ്ഞത്. ശബരിമലയിൽ തന്ത്രിയായി എത്തുന്നതിന് മുമ്പ് വരെ 15 വർഷത്തോളമായി ജലഹള്ളി ശാസ്താ ക്ഷേത്രത്തിലെ തന്ത്രി കണ്ഠര് രാജീവാണ്. പോറ്റിയെ എത്തിച്ചത് കണ്ഠര് രാജീവാണെന്നും പത്മകുമാർ പറയുന്നുണ്ട്. 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി കീഴ്ശാന്തിയുടെ സഹായിയായിട്ടാണ് ശബരിമലയിൽ എത്തുന്നത്. അതിനു മുമ്പ് ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലായിരുന്നു. അവിടെ നിന്നാണ് ശബരിമലയിലേക്ക് വരുന്നത്. അന്ന് ജലഹള്ളിയിൽ അവിടെ ആരായിരുന്നു തന്ത്രി എന്നതടക്കം അന്വേഷിക്കണമെന്നാണ് പത്മകുമാർ തന്നെ ഇപ്പോൾ പറഞ്ഞത്. ശബരിമലയിൽ ഉണ്ടായ മുഴുവൻ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം 2019 ഭരണസമിതിക്ക് ആണോ എന്നാണ് പത്മകുമാർ ചോദിക്കുന്നത്. ഈ അവതാരങ്ങളെയെല്ലാം ശബരിമലയിൽ എത്തിച്ചത് ഭരണസമിതിയാണോ? ഇന്നല്ലെങ്കിൽ നാളെ സത്യം തെളിയുമെന്നാണ് പത്മകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ മറുപടി പറയേണ്ടവർ മറുപടി പറയേണ്ട വരിക തന്നെ ചെയ്യുമെന്നും പത്മകുമാർ പറഞ്ഞിരുന്നു. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്നും കണ്ടിട്ടുണ്ട് എന്നാണ്, മറ്റു പശ്ചാത്തലങ്ങൾ ഒന്നുമില്ല എന്നാണ് തന്ത്രി രാജീവ് പറഞ്ഞത്. പക്ഷേ അന്വേഷണത്തിനൊടുവിലാണ് തന്ത്രി കണ്ഠര് രാജീവിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് വലിയ രീതിയിലൊരു ബന്ധമുണ്ട് എന്ന് SITക്ക് മനസ്സിലാവുന്നത്. കൂടാതെ ഈ പത്മകുമാർ തന്നെ ഒരു സൂചന SITക്ക് നൽകിയിട്ടുണ്ട്. എന്തൊക്കെ തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ, ദേവസ്വം ബോർഡിലെ ഭരണസമിതികൾ ചെയ്തിട്ടുണ്ടോ, അതെല്ലാം തന്ത്രി കണ്ഠര് രാജീവിന്റെ അറിവോടെയാണ്. തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നല്ല രീതിയിൽ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പത്മകുമാർ SITയോടും കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ മാധ്യമങ്ങളോടും പറഞ്ഞത്. അതായത് ദേവസ്വം ബോർഡ് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ സാധനം പേപ്പറിൽ ഒപ്പിട്ടിട്ടുണ്ടോ അതേപോലെ തന്നെ അവസാനം അന്തിമമായ ഒരു അനുമതി, ഒരു അനുവാദം ശബരിമല തന്ത്രി കണ്ഠര് രാജീവിന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട്. കണ്ഠര് രാജീവ് അതിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പത്മകുമാറും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിലവിൽ SITയുടെ കസ്റ്റഡിയിലാണ് തന്ത്രി കണ്ഠര് രാജീവ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ, ആദ്യം തന്ത്രി കണ്ഠര് രാജീവിനെ ചോദ്യം ചെയ്തപ്പോൾ അങ്ങും ഇങ്ങും തൊടാത്ത രീതിയിലുള്ള മറുപടിയാണ് SITയുടെ
ടിയോട് പറഞ്ഞത് ആദ്യമേ തന്നെ SITക്ക് ഒരു സംശയമുണ്ടായിരുന്നു. നിലവിലിപ്പോൾ ED കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ EDക്ക് കൃത്യമായ അന്വേഷണമെല്ലാം നടത്തിയതിനു ശേഷമാണ് ED കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ED വന്ന് തന്ത്രി കണ്ഠരർ രാജീവനെ ആയിരിക്കും അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുക എന്ന് SITക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ തന്നെ വീണ്ടും തന്ത്രിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ഉൾപ്പെടെ കൊണ്ടുപോകാനുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്ത്രി അറസ്റ്റിലാവുകയാണെങ്കിൽ മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ അടക്കം അറസ്റ്റിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഉണ്ടായാൽ CPMനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തലവേദനയായി മാറുമെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല.